എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഒരിക്കൽ ശപിക്കപ്പെട്ട ശൈത്താൻ കടന്നു വന്നു. എല്ലാ പ്രവാചകന്മാരുടെ മുന്നിലും ശൈത്താൻ കടന്നുപോയി. ആദം നബിയുടെ മുന്നിൽ പോയി, നൂഹ് നബിയുടെ മുന്നിൽ പോയി, ഇബ്രാഹിം നബിയുടെ മുന്നിൽ പോയി, മൂസാ നബിയുടെ മുന്നിൽ പോയി. എല്ലാ പ്രവാചകന്മാരുടെ മുന്നിലും ശപിക്കപ്പെട്ടവൻ കടന്നു ചെന്നു. അങ്ങനെ അവസാനം മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് അവൻ കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്ന് പേടിച്ച് വിറച്ചുകൊണ്ടാണ് ശൈത്താൻ കടന്നു വരുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്ന് ലോകത്തിന്റെ നേതാവ് അവനോട് സംസാരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരുപാട് കാര്യങ്ങൾ ആ ശപിക്കപ്പെട്ടവനോട് ചോദിക്കുകയാണ്. അവസാനം അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എടാ ശപിക്കപ്പെട്ടവനെ, എപ്പോഴും നിന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷമാണല്ലോ, എപ്പോഴും നിന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷമാണല്ലോ. ഓരോ മനുഷ്യനെ വഴി പിഴപ്പിക്കുമ്പോഴും, ഓരോ മനുഷ്യനെ കുഴിയിൽ കൊണ്ട് ചാടിക്കുമ്പോഴും, ഓരോ മനുഷ്യനെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കുമ്പോഴും പടച്ചവനെ നീ അത് കണ്ടിട്ട് ചിരിക്കുന്നവനാണല്ലോ, എപ്പോഴും നിന്റെ മുഖത്ത് വല്ലാത്ത പുഞ്ചിരിയാണല്ലോ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, എടാ ശപിക്കപ്പെട്ടവനെ, നിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നീ കരഞ്ഞിട്ടുണ്ടോ? നിന്റെ ആയുസ്സില് എപ്പോഴെങ്കിലും നീ മനസ്സറിഞ്ഞ് കരഞ്ഞു പോയിട്ടുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശപിക്കപ്പെട്ട ശൈത്താനോട് ചോദിക്കുമ്പോ അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്റെ ജീവിതത്തിൽ ഞാൻ കരഞ്ഞു പോയ 4 അവസരമുണ്ട് നബിയേ. ശപിക്കപ്പെട്ട ശൈത്താൻ അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്റെ ആയുസിന്റെ ഇടയ്ക്കില്, എന്റെ ഈ ജീവിതത്തിന്റെ ഇടയില്, എന്റെ ജീവിതത്തിലെ 4 അവസരങ്ങളിൽ ഞാൻ വല്ലാതെ കരഞ്ഞു പോയി നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ശപിക്കപ്പെട്ട ശൈത്താനോട് ചോദിക്കുകയാ, നീ മനസ്സറിഞ്ഞിട്ട് കരഞ്ഞു പോയ 4 അവസരമേതാ? നിന്റെ കണ്ണിനെ നിറയിപ്പിച്ചു കഴിഞ്ഞ നീ കരഞ്ഞു പോയ 4 അവസരമേതാണ്? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ശപിക്കപ്പെട്ട ശൈത്താനോട് ചോദിക്കുമ്പോ അവര് പറഞ്ഞു കൊടുക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഒന്നാമത്തെ അവസരം ഏതെന്നറിയുമോ നബിയേ? ഞാൻ ഒരുപാട് കരഞ്ഞു പോയ പേടിച്ചിട്ട് മൂത്രമൊടിച്ചു പോയ ഒരവസരമുണ്ട് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, എപ്പോഴാടാ ശപിക്കപ്പെട്ടവര്? അവിടെന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുകയാണ്. ആദിപിതാവായ ആദം നബി അല്ലാഹു സൃഷ്ടിക്കുകയാ. എന്നിട്ട് ആദമിന് എല്ലാ അറിവുകളും പറഞ്ഞു കൊടുക്കുകയാണ്, എല്ലാ അറിവുകളും പഠിപ്പിച്ചു കൊടുക്കുകയാ. എല്ലാ അറിവുകളും പഠിപ്പിച്ചു കൊടുത്തിട്ട് അല്ലാഹു ആദം നബിയെ മലക്കുകളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. പടച്ചവന് മലക്കുകളുടെ മുന്നിലേക്ക് ആദം നബിയെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവിടെന്ന് പറയുന്നു, ഫസ്ജുദൂ ലി ആദമാ. എല്ലാ മലക്കുകളോടും പറഞ്ഞു, ആദമിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ. നിങ്ങളെക്കാളും അറിവുള്ളവൻ ആദമാണ്, നിങ്ങളെക്കാളും മഹത്വമുള്ളവൻ ആദമാണ്. അതുകൊണ്ട് നിങ്ങളെ മുഴുവനും ആദം നബിയുടെ മുന്നിൽ സുജൂദ് ചെയ്യണമെന്ന് പടച്ച റബ്ബ് പറയുമ്പോ എല്ലാ മലക്കുകളും സുജൂദ് ചെയ്യുകയാ. അല്ലാഹുവിന്റെ എല്ലാ മലക്കുകളും സുജൂദ് ചെയ്യുകയാ. പക്ഷേ അവരുടെ ഉസ്താദായ അസാസീലുണ്ടല്ലോ, ആ മലക്കുകളുടെ നേതാവായ അസാസീലുണ്ടല്ലോ, എന്റെ പ്രിയമുള്ളവരെ, അവൻ മാത്രം ആദമിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നില്ല. അല്ലാഹു ചോദിച്ചു, നീ എന്തേ സുജൂദ് ചെയ്യാത്തത്? അവിടെന്ന് പറയുന്നു, പടച്ച റബ്ബേ, എന്നെ സൃഷ്ടിച്ചത് തീയിൽ നിന്നാ പടച്ചവര്, ഈ ആദമിനെ സൃഷ്ടിച്ചതാണെങ്കിൽ മണ്ണിൽ നിന്നാ പടച്ചവര്. അവനെക്കാളും മഹത്വമുള്ളവൻ ഞാനാ, അവരെക്കാളും മഹത്വമുള്ളവൻ ഞാനാ. അതുകൊണ്ട് ഞാൻ ആദമിന്റെ മുന്നിൽ സുജൂദ് ചെയ്യില്ല എന്ന് മലക്കുകളുടെ ഉസ്താദായ അസാസീൽ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, പടച്ചവരോട് ധിക്കാരം കാണിക്കുമ്പോൾ
അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കുമ്പോ അവിടെ നിന്ന് അഹങ്കാരം കാണിച്ചപ്പോ എന്റെ പ്രിയമുള്ളവര് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കിനെ ശപിക്കുകയാ. മലക്കുകളുടെ ഉസ്താദായ അസാസീൽ നീ നശിച്ചു പോകട്ടടാ. എന്റെ പ്രിയമുള്ളവരെ പടച്ചവനെ ശപിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹു എന്നെ ശപിച്ചപ്പോ ഞാൻ വല്ലാതെ കരഞ്ഞുപോയി നബിയേ, ഞാൻ പേടിച്ച് മൂത്രമൊഴിച്ചു പോയി നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് സൈതാ പറഞ്ഞു കൊടുക്കുകയാ. രണ്ടാമത്തെ അവസരം ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു പ്രാണി വയറ്റിനകത്ത് പോയി. അല്ലാഹു നമുക്കൊക്കെ ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഒരു പ്രാണിയൊക്കെ പോകുമ്പോ ഖബറിനകത്ത് എന്തായിരിക്കും അവസ്ഥ? ഖബറിന് അല്ലാഹു നമ്മുടെ ഖബറുടെ ഒക്കെ അല്ലാഹു നമ്മുടെ ഖബർ സ്വർഗ്ഗ പൂങ്കാവനമാക്കി തരുമാറാകട്ടെ. അല്ലാഹു സ്വർഗ്ഗ പൂങ്കാവനമാക്കി തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ശപിക്കപ്പെട്ട ശൈത്താൻ പറഞ്ഞു കൊടുത്തു, ഞാൻ കരഞ്ഞുപോയ രണ്ടാമത്തെ അവസരം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നു, യാ റസൂലല്ലാഹ്, ഞാൻ കളിച്ചുകൊണ്ട് നടന്ന സ്വർഗമുണ്ടല്ലോ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, ലഹും ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ചവന്റെ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിൽ നിന്ന് അല്ലാഹു ശപിക്കപ്പെട്ടവനെ ആട്ടിയിറക്കുകയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിക്കപ്പെട്ട ശൈത്താനുണ്ടല്ലോ, അവനെ പടച്ചവനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുകയാണ്. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിൽ നിന്ന് അവനെ അടിച്ചിറക്കുമ്പോ ഞാൻ വല്ലാതെ കരഞ്ഞു പോയി നബിയേ. സ്വർഗത്തിൽ നിന്ന് അല്ലാഹു ആട്ടിയിറക്കി വിടുമ്പോ അവന് കരഞ്ഞു പോയ രണ്ടാമത്തെ അവസരമാണ്. മൂന്നാമത്തെ അവസരം ഏതെന്നറിയുമോ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനുണ്ടല്ലോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഫാത്തിഹയുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും മദ്രസയിൽ പഠിക്കാൻ തുടങ്ങിയ കാലം മുതൽ മദ്രസയിൽ പഠിക്കാൻ തുടങ്ങുമ്പോ ഫാത്തിഹ ഓതിയിട്ടല്ലേ തുടങ്ങുന്നത്. അത് എന്തുകൊണ്ടെന്ന് നീ ഇന്ന് വരെ ചോദിച്ചിട്ടുണ്ടോ? അതിന്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകനോട് ശപിക്കപ്പെട്ടവന് പറയുകയാ, യാ റസൂലല്ലാഹ്, ഞാൻ കരഞ്ഞുപോയ മൂന്നാമത്തെ അവസരം അത് പരിശുദ്ധ ഖുർആനിലെ ഫാത്തിഹ ഇറങ്ങിയപ്പോഴാ നബിയേ. ഫാത്തിഹ ഇറങ്ങിയപ്പോ അല്ലാഹുവേ, ശൈത്താൻ വല്ലാതെ കരഞ്ഞുപോയി. നാലാമത്തെ അവസരം ഏതെന്നറിയുമോ? ശൈത്താൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങ് ജനിച്ചപ്പോഴാ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂമുഖത്തേക്ക് കടന്നു വന്ന സമയമാണ്. ശൈത്താൻ വല്ലാതെ കരഞ്ഞുപോയ സമയമാണ്. എങ്ങനെ കരയാതിരിക്കും? ശപിക്കപ്പെട്ടവൻ എങ്ങനെ കരയാതിരിക്കും? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, മാമിൻ മൗലൂദിൻ ഇല്ലാ നഹ്സുഹു ശൈത്താൻ. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്നൊരു കുഞ്ഞു വെളിയിലേക്ക് കടന്നു വരുമ്പോ ഉമ്മയുടെ വയറ്റിനകത്ത് നിന്ന് പുറത്തേക്ക് കരുന്നു വരുന്ന കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞിന്റെ അടുക്കലേക്ക് ശപിക്കപ്പെട്ട ശൈത്താൻ കടന്നു ചെന്നിട്ട് ആ കുഞ്ഞിന്റെ ശരീരത്തിൽ നുള്ളുകയാണ്. ആ കുഞ്ഞിന്റെ ശരീരം വേദനിപ്പിക്കുകയാണ്. എന്നിട്ട് ആ ചോര കുഞ്ഞ് കടന്ന് കരയുന്നത് കണ്ടിട്ട് അവന് മാറി നിന്ന് സന്തോഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്റെ പ്രിയമുള്ളവരെ, എല്ലാ കുഞ്ഞുങ്ങളും ഉമ്മയുടെ വയറ്റിൽ നിന്ന് ഭൂമുഖത്തേക്ക് കടന്നു വരുമ്പോൾ കരഞ്ഞുകൊണ്ടാ വന്നത്. എല്ലാ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കണ്ടിട്ട് ശപിക്കപ്പെട്ടവൻ നിന്ന് ചിരിക്കുകയാ. പക്ഷേ അള്ളാന്റെ റസൂൽ തന്റെ ഉമ്മയുടെ വയറ്റിൽ നിന്ന് വെളിയിലേക്ക് കടന്നു വന്നപ്പോ കരഞ്ഞത് അല്ലാഹുവിന്റെ റസൂലല്ല, കരഞ്ഞത് അല്ലാഹുവിന്റെ പ്രവാചകനല്ല, ശപിക്കപ്പെട്ട ശൈത്താനാ കരഞ്ഞത്, ശപിക്കപ്പെട്ടവനാ കരഞ്ഞത്. എങ്ങനെ കരയാതിരിക്കും? എന്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് വെളിയിലേക്ക് കടന്നു വന്നപ്പോ ആദ്യമായിട്ട് നമ്മുടെ വലത് ചെവിയിൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അല്ലാഹുവേ പടച്ചവനെ, വലത് ചെവിയിൽ പാങ്ക് കൊടുക്കുകയാ. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിന്റെ വലത് ചെവിയിൽ ആദ്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് പാങ്കാണല്ലോ. രണ്ടാമത്തെ ചെവിയിൽ ഇഖാമത്ത് കൊടുക്കുകയാ. നമ്മുടെ ചെവിയിൽ പാങ്ക് ഇഖാമത്തും കൊടുത്തു. പക്ഷേ അള്ളാന്റെ റസൂലിന്റെ ചെവിയിൽ ആരും പാങ്ക് കൊടുത്തില്ല. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചെവിയിൽ ആരും ഇഖാമത്ത് കൊടുത്തില്ല. കാരണം അതിന്റെ ആവശ്യമില്ലായിരുന്നു, അതിന്റെ ആവശ്യമില്ലായിരുന്നു. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കടന്നു വരുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞുകൊണ്ട് വന്നത് എന്തെന്നറിയുമോ? അതൊരു അത്ഭുത ജനനമായിരുന്നല്ലോ, അതൊരു അത്ഭുത ജനനമായിരുന്നല്ലോ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകന് ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമുഖത്തേക്ക് കടന്നു വരുമ്പോ അവിടെ നിന്ന് സംസാരിച്ചു കൊണ്ടാ കടന്നു വന്നത്, അവിടെ നിന്ന് സംസാരിച്ചു കൊണ്ടാ കടന്നു വന്നത്. എന്തേ പറഞ്ഞതെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകന് തന്റെ പ്രിയപ്പെട്ട ഉമ്മയായ ആമിന ബീബി പ്രസവിക്കുമ്പോ അള്ളാന്റെ റസൂൽ പറയുകയാണ്, അല്ലാഹു അക്ബർ കബീറാ വൽഹംദുലില്ലാഹി കസീറാ വസുബ്ഹാനല്ലാഹി വബിഹംദിഹി ബുക്റതൻ വഅസീലാ. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് വെളിയിലേക്ക് കടന്നു വരുന്ന ലോകത്തിന്റെ നേതാവ് അവിടുന്ന് സ്വന്തം വിളിച്ചു പറഞ്ഞു, അല്ലാഹു അക്ബർ കബീറാ, പടച്ചവനാണ് വലിയവൻ, അല്ലാഹുവാണ് വലിയവൻ. എന്റെ പ്രിയമുള്ളവരെ, പറഞ്ഞുകൊണ്ടാണ് ഭൂമുഖത്തേക്ക് കടന്നു വന്നത്. ഇത് കണ്ടിട്ടാ ശൈത്താൻ കരഞ്ഞു പോയത്, ഇത് കണ്ടിട്ടാ ശൈത്താൻ കരഞ്ഞു പോയത്. എന്റെ പ്രിയമുള്ളവരെ, ആ പ്രവാചകന്റെ മഹത്വം ഇന്നലെയും നമ്മൾ അറിഞ്ഞവരല്ലേ. അല്ലാഹുവിന്റെ പ്രവാചകന് മനസ്സ് വേദനിച്ചിട്ട് പടച്ചവര് തനിക്ക് താങ്കം തടലുമായിരുന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ, തന്റെ കൂടെ നിന്നിരുന്ന അബൂ താലിബ്, ഇവർ രണ്ടുപേരുടെയും മരണം അല്ലാഹുവിന്റെ റസൂലിന് വല്ലാതെ വേദനയുണ്ടാക്കിയല്ലോ. പ്രവാചകന് സഹിക്കാൻ കഴിഞ്ഞില്ലല്ലോ. രണ്ടുപേരും അതാ പെട്ടെന്ന് മരണപ്പെട്ടു പോയപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഒറ്റപ്പെട്ടതുപോലെയാവുകയാ. മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത വേദനയാ. എന്റെ പ്രിയമുള്ളവരെ, മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് വരുന്നില്ല. വഹീമായിട്ട് വരുന്ന ജിബ്രീലിനെയും കാണുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകന് വീടിനകത്തിരുന്ന് വല്ലാത്ത കരച്ചലാ. മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത വേദന തോന്നിയപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഉമ്മയായ ആമിന ബീവിയുടെ കുടുംബക്കാര് താമസിക്കുന്ന തായിഫ് എന്ന് പറയുന്ന ചരിവിലേക്ക് കടന്നു പോവുകയാ. ഉമ്മയുടെ കുടുംബക്കാരാണല്ലോ, അല്ലാഹുവേ, ഉമ്മയുടെ കുടുംബക്കാരാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ 60 കിലോമീറ്ററോളം നടന്ന് ഉമ്മയുടെ കുടുംബക്കാരുടെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂലിന് അവിടെയും നേരിടേണ്ടി വന്നത് പീഡനങ്ങളായിരുന്നല്ലോ. കുത്തുവാക്കുകളും പരിഹാസങ്ങളും കളിയാക്കലും. പടച്ചവരെ, തന്റെ ഉമ്മയുടെ കുടുംബക്കാരെ മുഴുവനും പരിഹസിക്കുകയാണ്, കളിയാക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനെ ആട്ടിയോടിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിനെ അവിടെ നിന്ന് പുറത്താക്കുകയാ. തായിഫിന്റെ തെരുവോരങ്ങളിലൂടെ പടച്ചവനെ, ആ നാട്ടിലെ വൃത്തികെട്ട കുഞ്ഞുങ്ങളുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പുറകെ നടന്ന് കല്ല് പറക്കി എറിയുകയാണ്. പ്രവാചകന്റെ പുറകെ നടന്ന് കൂവുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ അവര് നാണം കെടുത്തുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ശരീരത്തിലേക്ക് പടച്ചവരെ കല്ലുകൊണ്ട് രക്തം പുരുകയാണ്. പ്രവാചകനതാ തായിഫിൽ നിന്ന് വേദനിക്കുന്ന ഹൃദയത്തോട് തന്റെ ഉമ്മയുടെ കുടുംബക്കാരെ മുഴുവനും കൈയൊഴിഞ്ഞ വേദന സഹിക്കാൻ കഴിയാതെ ഒറ്റപ്പെടലിന്റെ വേദനയുമായി പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വീടിനകത്ത് പാതിരാത്രിയുടെ നിശബ്ദ
നിശബ്ദതയിൽ അല്ലാഹുവിന്റെ റസൂൽ വേദനിക്കുന്ന മനസ്സോടെ കിടന്നുറങ്ങുമ്പോ അതാ വരുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കാലിൽ തട്ടികെട്ട് വിളിക്കുന്ന നബിയേ, യാ റസൂലല്ലാഹ്, എഴുന്നേക്ക് നബിയേ, എഴുന്നേക്ക് നബിയേ, അല്ലാഹു അങ്ങയോട് പിണങ്ങിയിട്ടില്ല നബിയേ, അല്ലാഹ് അങ്ങയോട് ദേഷ്യമില്ല നബിയേ, എഴുന്നേക്ക് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനെ വിളിച്ചുണർത്തിയിട്ട് പറയുകയാണ്, കഅബാലയത്തിന്റെ ചുറ്റുഭാഗത്ത് പോയിട്ട് 7 പ്രാവശ്യം ഒന്ന് തവാഫ് ചെയ്യൂ നബിയേ. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ പ്രവാചകർ പടച്ചവരെ പരിശുദ്ധമായ കഅബയുടെ ചുറ്റും 7 പ്രാവശ്യം നടക്കുകയാണ്. ആ നടത്തം കഴിയുമ്പോ പ്രവാചകനോട് പറഞ്ഞൊന്ന് കണ്ണടച്ച് കിടക്ക് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എന്റെ പ്രിയമുള്ളവരെ കണ്ണടച്ച് കിടക്കുകയാണ്. പ്രവാചകന് കണ്ണടച്ച് കിടക്കുമ്പോ അവിടെ നിന്നൊരു സർജറി ചെയ്യുകയാ. അത് കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന് വിളിച്ചുണർത്തിയിട്ട്, യാ റസൂലല്ലാഹ്, ബുറാഖ് എന്ന് പറയുന്ന വാഹനം വന്ന് നബിയേ, ഒന്ന് കേറുമോ നബിയേ, ഒന്ന് കേറി നബിയേ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗലാ. അല്ലാഹുവിന്റെ പ്രവാചകര് ബുറാഖ് എന്ന് പറയുന്ന വാഹനത്തിന്റെ മുകളിൽ കയറ്റിയിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ ജിബ്രീൽ അലൈഹിസ്സലാം യാത്ര തുടങ്ങുകയാ. എന്റെ പ്രിയമുള്ളവരെ, യാത്ര തുടങ്ങി. അപവാ എന്ന് പറയുന്ന സ്ഥലത്തെത്തുമ്പോ ജിബ്രീൽ പറയുന്നു, നബിയേ, എഴുന്നേറ്റ് ഉമ്മയുടെ ഖബറിന്റെ അടുക്കലും നിറങ്ങ് നബിയേ. പ്രിയപ്പെട്ട മാതാവിന്റെ ഖബറിന്റെ ചാരത്തിറങ്ങി 2 റക്അത്ത് നിസ്കരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ദുആ ചെയ്യുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, രണ്ടാമതിറങ്ങിയത് മഹാനായ ഖലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖബറിന്റെ മുന്നിലോ അവിടെയും ഇറങ്ങി ദുആ ചെയ്യുകയാണ്. ഇങ്ങനെ പ്രവാചകന് പടച്ചവനെ 3-4 സ്ഥലങ്ങളിൽ ഇറങ്ങി നിസ്കരിച്ചു. എന്നിട്ട് അവസാനം മസ്ജിദുൽ അഖ്സയിൽ ചെന്നിട്ടു എല്ലാ പ്രവാചകന്മാർക്കും ഇമാമാവുകയാണ്. എല്ലാ പ്രവാചകന്മാർക്കും ഇമാമാവുകയാ. അവിടെ നിന്ന് എല്ലാവർക്കും ജമാഅത്തായി ഇമാമത്തായി നിസ്കരിച്ചിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് യാത്ര തുടങ്ങുകയാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ റസൂലിനോട് ശപിക്കപ്പെട്ടവന് പറയുന്നു, യാ റസൂലല്ലാഹ്, ഞാൻ കരഞ്ഞുപോയ 4ാമത്തെ അവസരം അങ്ങ് ജനിച്ചപ്പോഴാ നബിയേ. എന്റെ പ്രിയമുള്ളവരെ, ഇതുപോലെ അത്ഭുതങ്ങൾ കാണിച്ച ഒരുപാട് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. ശൈത്താനെ വല്ലാതെ കരയിപ്പിച്ച് കളഞ്ഞ, ശൈത്താന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ച എന്റെ പ്രിയമുള്ളവരെ 11 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. 11 അത്ഭുത ബാലന്മാരുണ്ടായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, 1-ാമത്തെ കുഞ്ഞ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. 2-ാമത്തെ കുഞ്ഞേതെന്നറിയുമോ? ശൈത്താനെ വല്ലാതെ വേദനിപ്പിച്ച, ശൈത്താനെ വല്ലാതെ കരയിപ്പിച്ച 2-ാമത്തെ കുഞ്ഞാരെന്നറിയുമോ? മഹദി മറിയം ബീബി റളിയല്ലാഹു തആല അൻഹാ. മറിയം ബീവിയുടെ ചരിത്രം അറിയുന്നവരാണല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്തിന്റെ പേര് തന്നെ മറിയമെന്നാ. അല്ലാഹുവിന്റെ ഖുർആനിലെ 114 അധ്യായങ്ങൾ. ആ 114 അധ്യായത്തിൽ ഒരു അധ്യായത്തിന്റെ പേര് മറിയമെന്നാ. എന്റെ പ്രിയമുള്ളവരെ, മറിയമിനെ മറക്കാൻ കഴിയുമോ പെങ്ങള്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, 2 പെണ്ണുങ്ങളെ പോലെ നിങ്ങളാകണം, 2 പെണ്ണുങ്ങളെ നിങ്ങൾ കണ്ടുപിടിക്കണം, 2 പെണ്ണുങ്ങളെ പോലെ നിങ്ങളാകാ പാടില്ല. അല്ലാഹുവിന്റെ പ്രവാചകർ ഈ പാതിരാത്രി ഒരുമിച്ച് കൂടിയ പെങ്ങന്മാരോട് 2 പെണ്ണുങ്ങളെയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. 2 പെണ്ണുങ്ങളെയാണ് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് കൊണ്ട് നടക്കാൻ പറഞ്ഞത്. ആരാ 2 പെണ്ണുങ്ങളാരാ?
മഹ്ദി മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ. ഒന്നാമത്തെ പെണ്ണ് മറിയം ബീവിയാ. രണ്ടാമത്തെ പെണ്ണ് ഫിറഔനിന്റെ ഭാര്യയായ ആസിയാ ബീവി റളിയല്ലാഹു തആല അൻഹ. ഈ രണ്ട് പെണ്ണുങ്ങളെ പോലെ ആകണേ എന്ന് ഖുർആൻ പറയുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ അടുത്ത ആയത്തിൽ പറഞ്ഞു, രണ്ട് പെണ്ണുങ്ങളെ പോലെ ആകല്ലേ, രണ്ട് പെണ്ണുങ്ങളെ പോലെ ആകല്ലേ, രണ്ട് പ്രവാചകന്മാരുടെ ഭാര്യമാരെ പോലെ നിങ്ങൾ ആകാൻ പാടില്ല. ആരാ രണ്ട് പ്രവാചകന്മാര്? ആ രണ്ട് പെണ്ണുങ്ങളേതാ? 950 വർഷക്കാലം പടച്ചവന്റെ ദീനിന് വേണ്ടി ദഅവത്ത് നടത്തിയ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയുണ്ടല്ലോ. നൂഹ് നബിയുടെ ഭാര്യയെ പോലെ ആകല്ലേ പെങ്ങള്, നൂഹ് നബിയുടെ ഭാര്യയെ പോലെ ആകല്ലേ പെങ്ങള്. രണ്ടാമത്തെ പ്രവാചകൻ ലൂത്ത് നബി അലൈഹിസ്സലാം, ലൂത്ത് നബിയുടെ ഭാര്യയെ പോലെ ആകാൻ പാടില്ല. അല്ലാഹു ദൃഷ്ടാന്തമായി ഇന്നും നിർത്തിയിട്ടുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ഫലസ്തീനിലൊക്കെ യാത്ര പോകുമ്പോ ലൂത്ത് നബിയുടെ ഭാര്യ പടച്ചവനെ കല്ലായി പോയല്ലോ. അതാ കല്ലയായി, അതാ ലൂത്ത് നബിയുടെ ഭാര്യ പാറയായി പോയി കരിങ്കല്ലിനെ പോലെ ഇന്നും ഇരിക്കുന്നുണ്ട് പെങ്ങള്. അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, ഈ രണ്ട് പെണ്ണുങ്ങളെ പോലെ ആകാൻ പാടില്ല. അതുകൊണ്ട് രണ്ടാമത്തെ അത്ഭുത ബാലനാരാ? മഹ്ദി മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ. ആരാ മറിയമാരാ? ആരാ മറിയമാരാ? എന്റെ പ്രിയമുള്ളവരെ, മറിയം ബീവിയുടെ ഉമ്മയായ ഹന്നത്ത് ബീവി, മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഉമ്മയാണ് ഹന്നത്ത് ബീവി. വിവാഹം കഴിഞ്ഞ് ഒരുപാട് കൊല്ലമായി മക്കളില്ല. അല്ലാഹുവോട് ദുആ ചെയ്തുകൊണ്ട് നടക്കുകയാണ്, എനിക്കൊരു കുഞ്ഞിനെ തരണേ, എനിക്കൊരു കുഞ്ഞിനെ തരണേ. ഒരുപാട് കൊല്ലങ്ങളായി അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ. ഒരിക്കൽ ഹന്നത്ത് ബീവി അല്ലാഹുവിനോട് പറയുകയാണ്, ഇത് ഖാലത്ത് ഇംറഅതു ഇമ്രാൻ റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററൻ ഫതഖബ്ബൽ മിന്നി ഇന്നക സമീഉൻ അലീം. ഒരിക്കൽ ഹന്നത്ത് ബീബി അല്ലാഹുവോട് പറയുന്നു, അല്ലാഹ് എത്ര കൊല്ലമായി പടച്ചവര്, എത്ര കൊല്ലമായി പടച്ചവര് മക്കളില്ലാതെ കഷ്ടപ്പെടുകയാണ്. പടച്ച റബ്ബേ, എനിക്കെങ്ങാണം നീ ഒരു കുഞ്ഞിനെ തന്നാൽ ആ കുഞ്ഞിനെ ഞാൻ നിന്റെ പള്ളിക്ക് വേണ്ടി കൊടുക്കാമെന്ന് നേർച്ച ചെയ്യുന്നു അല്ലാഹ്. ഹന്നത്ത് ബീബി ദുആ ചെയ്യുകയാ, എനിക്കൊരു കുഞ്ഞിനെ തന്നാൽ, എനിക്കൊരു കുഞ്ഞു ജനിച്ചാൽ അവനെ ഞാൻ പള്ളിക്ക് കൊടുത്തേക്കാം പടച്ചവര്. അവിടെന്ന് നേർച്ച ചെയ്യുകയാണ്. അല്ലാഹു ആ ദുആ സ്വീകരിക്കുകയാ, അല്ലാഹു ആ ദുആ സ്വീകരിക്കുകയാ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, ഹന്നത്ത് ബീബി റളിയല്ലാഹു തആല അൻഹ ഗർഭിണിയാവുകയാണ്. വല്ലാത്ത സന്തോഷമാ, ഭാര്യയ്ക്കും ഭർത്താവിനും വല്ലാത്ത സന്തോഷമാ. പടച്ചവനെ, ഹന്നത്ത് ബീബി വിചാരിച്ചത് തന്റെ വയറ്റിനകത്ത് കിടക്കുന്നത് ആൺകുഞ്ഞായിരിക്കും. അല്ലാഹുവിന്റെ പള്ളിക്ക് കൊടുക്കാമെന്ന് നേർച്ച ചെയ്തതാണല്ലോ. പള്ളിയിൽ ഖിദ്മത്ത് ചെയ്യണമെങ്കിൽ ആണായിരിക്കുമല്ലോ. ഹന്നത്ത് ബീബി വളരെ പ്രതീക്ഷയോടെ ആഗ്രഹത്തോടെ സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുകയാണ്. അവസാനം ഹന്നത്ത് ബീബി റളിയല്ലാഹു തആല അൻഹ അവിടന്ന് പ്രസവിക്കുകയാ, അവിടന്ന് പ്രസവിക്കുകയാ. അങ്ങനെ അവസാനം അതാ ഹന്നത്ത് ബീബി റളിയല്ലാഹു തആല അൻഹ പ്രസവിക്കുകയാണ്. ഖാല റബ്ബി ഇന്നി വളഅതുഹാ ഉൻസാ. ഹന്നത്ത് ബീബി പ്രസവിച്ചത് ഒരു പെൺകുഞ്ഞിനെയാണ്. ആണാണെന്ന് കരുതിയിട്ട് നടന്ന ഹന്നത്ത് ബീബിക്ക് തെറ്റുപറ്റുകയാ. പടച്ചവരെ, പ്രസവിച്ചത് ഒരു പെൺകുഞ്ഞാട്. അല്ലാഹുവിനോട് ചോദിക്കുന്നു, റബ്ബേ വല്ലാഹു അഅലമു വല്ലാഹു, പടച്ചവരെ നിനക്കറിയാമായിരുന്നല്ലോ, നിന്റെ പള്ളിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് നേർച്ച ചെയ്തതാണല്ലോ പടച്ചവര്. ഞാൻ ആൺകുഞ്ഞാണെന്ന് കരുതിയിട്ട് നടക്കുകയായിരുന്നല്ലോ. ഇത് പെണ്ണായി പോയല്ലോ, ഇത് പെൺകുഞ്ഞായി പോയല്ലോ. വലൈസ ദക്കറു കൽ ഉൻസാ, ആണും പെണ്ണും സമമല്ലല്ലോ അല്ലാഹ്, ആണും പെണ്ണും സമമല്ലല്ലോ അല്ലാഹ്. അവസാനം മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ, ഹന്നത്ത് ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ കുഞ്ഞിന് പേരിടുകയാണ്.
തന്റെ കുഞ്ഞിന് പേരിടുകയാണ്, മറിയമെന്ന് പേരിടുകയാണ്. തന്റെ പൊന്നുമോൾക്ക് മറിയമെന്ന് പേരിട്ടു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അവസാനം സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ്. പള്ളിക്ക് കൊടുക്കാമെന്ന് നേർച്ച ചെയ്തതാണല്ലോ, ആ നേർച്ച അതാ പാലിക്കണമല്ലോ. തന്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ അതാ സക്കരിയ നബിയുടെ കയ്യിൽ കൊണ്ടുകൊടുത്തു. അള്ളാഹുവിന്റെ പള്ളിക്കകത്തിട്ട് സക്കരിയ നബി മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയെ വളർത്തുകയാ. എപ്പോഴാണ് മറിയം സംസാരിച്ചത്? എപ്പോഴാണ് മറിയം സംസാരിച്ചത്? എപ്പോഴാ അത്ഭുതം കാണിച്ചത്? എപ്പോഴാ? എന്റെ പ്രിയമുള്ളവരെ, ഖുർആൻ പറയുകയാണ്, വകഫലഹാ സക്കരിയൽ മിഹ്റാബ് കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ്. അതാ മറിയം ബീവി എന്ന് പറയുന്ന പൊന്നുമോൾ പള്ളിക്കകത്ത് കടന്ന് വളർന്നുകൊണ്ടിരിക്കുമ്പോ ഒരു ദിവസം അതാ പള്ളിക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ ഒരുപാട് പഴങ്ങൾ കടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് പഴവർഗ്ഗങ്ങൾ കടിച്ചുകൊണ്ടിരിക്കുകയാ. സക്കരിയ നബി കണ്ടിട്ട് അത്ഭുതത്തോടെ ചോദിച്ചു, മറിയമേ, ഈ പഴങ്ങളൊക്കെ എവിടെ നിന്നാ മറിയമേ? ഇതൊന്നും ഇന്ന് വാങ്ങാൻ കിട്ടില്ലല്ലോ, ഈ നാട്ടിലെങ്ങും കിട്ടാത്ത പഴങ്ങളാണല്ലോ, എവിടെ നിന്നാണെന്ന് മറിയമിനോട് ചോദിക്കുമ്പോ വവജദ ഇൻദഹാ റിസ്ഖാ. മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ ആ പഴങ്ങൾ മുഴുവനും കടിച്ചുകൊണ്ടിരിക്കുമ്പോ സക്കരിയ നബി ചോദിക്കുകയാണ്, കാലയാ മറിയമു അന്നദാ. അവിടുന്ന് ചോദിക്കുകയാണ്, കാലയാ മറിയമു അന്നാലകി ഹാദാ ഖാല ഹുവ മിൻ ഇൻദില്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, സംസാരിക്കാൻ പക്വതയെത്തുന്നതിന് മുമ്പ് അതാ മറിയം ബീവി എന്ന് പറയുന്ന പൊന്നുമോള് സക്കരിയ നബിയോട് പറഞ്ഞു കൊടുക്കുന്നു, നബിയേ, എന്റെ റബ്ബെനിക്ക് തന്നതാ, എന്റെ റബ്ബെനിക്ക് തന്നതാ. ഈ പഴങ്ങളൊക്കെ തന്നതെന്റെ പടച്ചുറപ്പാ. സക്കരിയ നബിയുടെ കണ്ണ് നിറഞ്ഞുപോയി, സക്കരിയ നബിയുടെ കണ്ണ് നിറഞ്ഞുപോയി. ആ സമയത്ത് രണ്ട് കൈയും ഉയർത്തിയിട്ട് പടച്ചവനോട് വദഅ സക്കരിയ റബ്ബഹു. ആ മറിയം ബീവിയുടെ മുന്നിൽ നിന്നുകൊണ്ട് സക്കരിയ നബി അല്ലാഹുവോട് ദുആ ചെയ്യുന്നു, അല്ലാഹ് സാലിഹായ സന്താനത്തിന് എനിക്ക് തരണേ അല്ലാഹ്. സക്കരിയ നബി പോലും ദുആ ചെയ്തെന്ന് ഖുർആൻ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, രണ്ടാമത്തെ അത്ഭുത ബാലനാരായിരുന്നെന്നറിയുമോ? മഹദി മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ. എന്റെ പ്രിയമുള്ളവരെ, മൂന്നാമത്തെ കുഞ്ഞേതാ? സമയത്തിന്റെ പരിധി കുറവായത് കാരണം എന്റെ പ്രിയമുള്ളവരെ വിശദീകരിക്കുന്നില്ല, എന്റെ പ്രിയമുള്ളവരെ വിശദീകരിക്കുന്നില്ല. മൂന്നാമത്തെ കുഞ്ഞേതാ? ശൈത്താനെ വല്ലാതെ കരയിപ്പിച്ച, ശൈത്താന്റെ മനസ്സിൽ വല്ലാത്ത വേദനകൾ സമ്മാനിച്ച മൂന്നാമത്തെ കുഞ്ഞേതെന്നറിയുമോ? മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാം. ആരാ യഹ്യാ നബി? ആരാ യഹ്യാ നബി? ആരാ? എന്റെ പ്രിയമുള്ളവരെ, യഹ്യാ നബിയുടെ ചരിത്രമെന്നാണ് ഏതെങ്കിലും ഒരു മനുഷ്യന് വായിച്ചു നോക്കിയാ റബ്ബിനോട് ദുആ ചെയ്യും, അല്ലാഹ് ഇതുപോലെ ഒരു സന്താനത്തെ എനിക്ക് തരണേ അല്ലാഹ്. ആരാ യഹ്യാ നബി? ആരാ? വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായി മക്കളില്ലാത്ത ഭാര്യയും ഭർത്താക്കന്മാരും ഈ സദസ്സിലിരിപ്പുണ്ടല്ലോ. എന്റെ പെങ്ങളെ, പ്രതീക്ഷ കളയണ്ട, ഒരിക്കലും നീ പ്രതീക്ഷ കളയണ്ട. സക്കരിയ നബി അലൈഹിസ്സലാം പടച്ചവനെ, വിവാഹം കഴിഞ്ഞിട്ട് എത്രയോ കൊല്ലങ്ങളായി ഒരു കുഞ്ഞില്ലല്ലോ, ഒരു കുഞ്ഞിക്കാല് കാണാവല്ലാതെ കുതിക്കുകയാണ്. പടച്ചുറപ്പിലൂടെ എപ്പോഴും ദുആ ചെയ്തുകൊണ്ട് നടക്കുകയാണ്. അവസാനം സക്കരിയ നബി അല്ലാഹുവോട് ദുആ ചെയ്യുന്നു, അല്ലാഹ് എനിക്കൊരു സാലിഹായ സന്താനത്തിന് തരണേ അല്ലാഹ്.
120-ാമത്തെ വയസ്സായിരുന്നു പെങ്ങള്. സക്കരിയാ നബി റബ്ബിനോട് ദുആ ചെയ്തത് 120-ാമത്തെ വയസ്സിലായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അന്ന് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ പ്രായം 99 വയസ്സാ. സക്കരിയാ നബിയുടെ ദുആ അല്ലാഹു സ്വീകരിക്കുകയാ. സക്കരിയാ നബിക്ക് അല്ലാഹു ഒരു പൊന്നുമോനെ കൊടുത്തു. മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാം. യഹ്യാ എന്ന് പറയുന്ന ഒരു പൊന്നുമോനെ കൊടുക്കുകയാ. എപ്പോഴാ യഹ്യാ നബി സംസാരിച്ചതെപ്പോഴാ? യഹ്യാ നബി സംസാരിച്ചതെപ്പോഴാ? എന്റെ പ്രിയമുള്ളവരെ, അതാ അവിടെ നിന്ന് പറയുന്നു വഅമ്മാ യഹ്യാ അലൈഹിസ്സലാം ഫതകല്ലമ വഹുവ ഇബ്നു സലാസീർ. യഹ്യാ നബിക്ക് 3 വയസ്സ് പ്രായമായപ്പോ, യഹ്യാ നബിക്ക് 3 വയസ്സ് പ്രായമായപ്പോ അന്നത്തെ പ്രവാചകന് മുന്നിലൂടെ നടന്നു പോകുമ്പോ അവിടെ നിന്ന് പറയുന്നു അശ്ഹദു അന്നക അബ്ദുഹു വറസൂലുഹു. 3 വയസ്സായ കുഞ്ഞ് പറഞ്ഞു കൊടുക്കുകയാ, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനും ദാസനുമാണെന്ന്. ആ കാലഘട്ടത്തിലെ പ്രവാചകരോട് 3 വയസ്സുകാരെ പറഞ്ഞു കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. പാതിരാത്രിയിൽ ഈ വിനീതന്റെ വാത് കേൾക്കാൻ ആവിയിലെ സ്വർഗ പൂങ്കാവനത്തിലേക്ക് ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ള ബാപ്പമാരോട്, ഉമ്മമാരോട്, എന്റെ പ്രിയമുള്ള പെങ്ങള്, സക്കരിയാ നബിയെ കാണുന്നില്ല. പടച്ചവനെ, സക്കരിയാ നബി നോക്കുമ്പോ തന്റെ പൊന്നുമോന് യഹിയാനെ കാണുന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, യഹിയാ നബിക്ക് അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ. എപ്പോ നോക്കിയാലും യഹിയാ നബി കരച്ചലാണ്. കരഞ്ഞ് കരഞ്ഞ് തന്റെ മുഖത്തുകൂടെ കണ്ണീരൊഴുകിയിട്ടൊരു ചാല് കാണാമായിരുന്നു. പടച്ചുറപ്പേ, സുജൂദിൽ കിടന്ന് കരയും, പിന്നെ തല ഉയർത്തില്ല. യഹ്യാ നബി സുജൂദിലേക്ക് വീണ് കഴിഞ്ഞ പിന്നെ തല ഉയർത്താറില്ല. ദിവസങ്ങളോളം ഇങ്ങനെ കിടക്കുമായിരുന്നു. അതാ അവസാനം തന്റെ പ്രിയപ്പെട്ട ബാപ്പയായ സക്കരിയാ നബി അലൈഹിസ്സലാം യഹ്യാ നബിയുടെ മുഖസദാ യഹ്യാ നബിയുടെ ശരീരത്തിൽ പിടിച്ചിട്ട് അവിടെ നിന്ന് പിടിച്ചുയർത്തുമ്പോ കണ്ണീര് വീണ സ്ഥലത്ത് നിന്ന് പുല്ലുപോലെ കിളിക്കുമായിരുന്നു. ചെറുപ്പക്കാരാ, ചെറുപ്രായത്തില് യഹ്യാ നബിയെ കാണുന്നില്ല. സക്കരിയാ നബി തെരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ കിടന്ന് തെരഞ്ഞു, കാണാതെ വന്നപ്പോ മസ്ജിദുൽ അഖ്സയുടെ മുന്നിലേക്ക് കടന്നു ചെന്നിട്ട് അവിടെ നിന്ന് ദുആ ചെയ്യുന്നു. അല്ലാഹ്, ഒരുപാട് കരഞ്ഞു ദുആ ചെയ്തിട്ട് നീ എനിക്ക് തന്നതാ പൊന്നുമോര്. എന്റെ പൊന്നുമോനെ കാണുന്നില്ല പടച്ചവര്, എന്റെ പൊന്നുമോനെ കാണുന്നില്ല പടച്ചവര്. എന്റെ പ്രിയമുള്ളവരെ, സക്കരിയാ നബി കരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. 120-ാമത്തെ വയസ്സിൽ പടച്ചവന് സമ്മാനമായി കൊടുത്ത പൊന്നുമോനെ കാണാതെ സക്കരിയാ നബി തെരഞ്ഞുകൊണ്ട് നടക്കുകയാ. അവസാനം ഒരു ദിവസം പാതിരാത്രിയിൽ പടച്ചവരെ പള്ളിയുടെ മുന്നിൽ നിന്ന് ദുആ ചെയ്തിട്ട് ഒരു ഖബർസാനിന്റെ ചാരത്തുകൂടെ നടന്നു വരുമ്പോൾ, ഒരു ഖബറിന്റെ ചാരത്തുകൂടെ, ഒരു പള്ളിക്കാടിന്റെ സൈഡിലൂടെ, ഒരു ശ്മശാനത്തിന്റെ സൈഡിലൂടെ സക്കരിയാ നബി നടന്നു വരുമ്പോ ഒരു കുഞ്ഞിന്റെ കരച്ചില് കേൾക്കുകയാ. പാതിരാത്രി ഒരു കുഞ്ഞ് കിടന്ന് കരയുന്ന ശബ്ദം കേൾക്കുകയാണ്. സക്കരിയാ നബി കരച്ചില് കേട്ട ഭാഗത്തേക്ക് കടന്നു ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, ഇടിഞ്ഞു കിടക്കുന്ന ഒരു ഖബറിനകത്തിരുന്ന് വല്ലാത്ത കരച്ചലാ. പടച്ചവരെ, ഖബറിനകത്തിരുന്ന് കരച്ചില് കേൾക്കുകയാണ്. സക്കരിയാ നബി ചെന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, തന്റെ യഹ്യാ എന്ന് പറയുന്ന പൊന്നുമോര്, തന്റെ യഹ്യാ എന്ന് പറയുന്ന പൊന്നുമോ പള്ളിക്കാട്ടിൽ ഇടിഞ്ഞു കിടക്കുന്ന ഒരു ഖബറിനകത്തിറങ്ങിയിരുന്ന് കരയുകയാണ്. സക്കരിയാ നബി തന്റെ പൊന്നുമോനോട് ചോദിച്ച്, എന്തിനാ മോനെ കരയുന്നത്? വാപ്പാ, അല്ലാഹുവിനെ പേടിച്ചിട്ടാ വാപ്പാ, അല്ലാഹുവിനെ പേടിച്ചിട്ടാ വാപ്പാ. ഞാനും ഇതുപോലെ വന്ന് കിടക്കേണ്ടവനാണല്ലോ.
എന്റെ പ്രിയമുള്ളവരെ, 10 വയസ്സിന് താഴം പ്രായമുള്ള യഹ്യാ നബി അലൈഹിസ്സലാം പള്ളിക്കാട്ടിൽ ഇടിഞ്ഞു കിടക്കുന്നവര് കബറിനകത്തിറങ്ങിയിരുന്ന് പൊട്ടിക്കരഞ്ഞു എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ നമുക്കതുപോലെ ഒരു മകനുണ്ടോ, നമുക്കതുപോലെ ഒരു മകളുണ്ടോ? പള്ളിക്കാട്ടിൽ പോയിട്ട് കബറിനകത്തിറങ്ങിയിരിക്കണ്ട. എന്റെ പ്രിയമുള്ളവരെ, വീടിനകത്തിരുന്നിട്ടെങ്കിലും പടച്ചുറപ്പിന്റെ മുന്നിലേക്ക് 2 കൈയുയർത്തിയിട്ട് ദുആ ചെയ്യുന്ന സമയത്തെങ്കിലും, മരണ വീട്ടിൽ പോകുന്ന സമയത്തെങ്കിലും, മയ്യത്ത് കാണുന്ന സമയത്തെങ്കിലും, പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി മയ്യത്തിറക്കി വെച്ചിട്ട് എല്ലാവരും പിരിഞ്ഞു പോകുന്ന സമയത്തെങ്കിലും ആ കബറിന്റെ ചാരത്തിരുന്ന് പടച്ചവര്, ഞാനും ഇതുപോലെ എല്ലാം കളഞ്ഞിട്ട് ഒരു ദിവസം വന്ന് 6 അടി മണ്ണിനകത്ത് ഒറ്റയ്ക്ക് കിടക്കേണ്ടവനാണല്ലോ. ആ ചിന്ത നമുക്കുണ്ടോ? ആ ചിന്ത നമുക്കുണ്ടോ? എല്ലാവർക്കും എന്റെ പ്രിയമുള്ളവരെ അഹങ്കാരമല്ലേ, ധിക്കാരമല്ലേ, അല്ലാഹുവിനെ പേടിയില്ലാത്തവരല്ലേ? നമുക്കൊക്കെ പടച്ചവനെ പേടിയില്ലല്ലോ. എന്റെ പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും അറിയാ, എന്ത് ചെയ്താലും അല്ലാഹു കാണുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാ. അള്ളാന്റെ കണ്ണ് വെട്ടിച്ചിട്ടൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ഈ സദസ്സിലിരിക്കുന്ന ഓരോ മുസ്ലിമിനും അറിയാ. പിന്നെ തെറ്റ് ചെയ്യുന്നത് അല്ല കണ്ടാൽ എനിക്കെന്താ, അല്ല കണ്ടാൽ എനിക്കെന്താ? എന്റെ പ്രിയമുള്ളവരെ, നിസ്കരിക്കാൻ മടിയാണല്ലോ. പടച്ചവരെ, പുണ്യമായ റജബ് മാസം നമ്മൾ അല്ലാഹുവിന്റെ മാസമാണല്ലോ. ഇന്നലെ ദുഹറിന്റെ സമയത്താണല്ലോ നമസ്കാരം ഉദ്ഘാടനം ചെയ്തത്. എന്റെ പ്രിയമുള്ളവരെ, ഈ റജബ് മാസം പോലും നിസ്കരിക്കാത്തവരുണ്ടല്ലോ, ഖുർആൻ ഓതാത്തവരുണ്ടല്ലോ, ഒരു സ്വലാത്ത് പറയാത്തവരുണ്ടല്ലോ. അഹങ്കാരികളെ പോലെ ധിക്കാരികളെ പോലെ ജീവിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, നിനക്ക് മക്കള് ജനിക്കൂല, നിനക്ക് യഹ്യാ നബിയെ പോലെ ഒരു കുഞ്ഞിനെ കിട്ടൂല, നിന്റെ മക്കള് സാലിഹീങ്ങളാകൂല. അള്ളാനെ പേടിയുള്ള ഭാര്യക്കും ഭർത്താവിനുമേ നല്ല മക്കളെ കിട്ടൂ. അള്ളാനെ പേടിച്ച് ജീവിക്കുന്ന വീട്ടില്, അള്ളാനെ പേടിച്ച് ജീവിക്കുന്ന വീട്ടില് സാലിഹായ മക്കള് ജനിക്കൂ. എന്റെ പ്രിയമുള്ളവരെ, തലതിരിഞ്ഞ കുടുംബത്തിൽ നല്ല മക്കള് ജനിക്കൂല. കള്ളുകുടിയന്റെ വീട്ടില്, അഹങ്കാരികളുടെ വീട്ടില്, പലിശ തിന്നുന്നവന്റെ വീട്ടില് നല്ല മക്കള് ജനിക്കൂല. നല്ല കുടുംബത്തില് നല്ല വാപ്പയ്ക്കും നല്ല ഉമ്മയ്ക്കുമേ നല്ല മക്കള് ജനിക്കൂ. എന്റെ പ്രിയമുള്ളവരെ, ഒരു ഭാര്യയും ഭർത്താവിനെയും ഞാൻ പറഞ്ഞു തരട്ടെ, ഒരു ഭാര്യയും ഭർത്താവിനെയും ഞാൻ പറഞ്ഞു തരട്ടെ. എന്റെ പ്രിയമുള്ളവരെ, കൂഫ പട്ടണത്തിലൂടെ വിശക്കുന്ന വയറോട് അല്ലാഹുവേ വിശന്ന് വിശന്ന് വിശപ്പ് സഹിക്കാൻ കഴിയാതെ സയ്യിദ് ബദാ പടച്ചവനെ സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാർ വിവാഹം കഴിച്ചിട്ടില്ല. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന കാടാരടകുള്ള സുന്ദരനായ ഈ ചെറുപ്പക്കാരൻ വിശപ്പ് സഹിക്കാൻ കഴിയാതെ പടച്ചവനെ കൂഫ പട്ടണത്തിലൂടെ നടക്കുകയാണ്. അവസാനം നടന്നു ഒരു പുഴയുടെ ചാരത്തുകൂടെ നടന്നു പോവുകയാ. സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരു പുഴയുടെ ചാരത്തുകൂടെ നടന്നു പോവുകയാ. വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല, ശരീരം തളർന്നിട്ടിങ്ങനെ ആ പുഴയുടെ ചാരത്തിരിക്കുകയാ. പടച്ചവരെ, ഇങ്ങനെ പുഴയുടെ ചാരത്തിരിക്കുമ്പോ ഒരാപ്പിള് വെള്ളത്തിൽ ഒഴുകി വരികയാ, ഒരാപ്പിള് വെള്ളത്തിൽ ഒഴുകി വരികയാ. സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാർ വിശപ്പ് സഹിക്കാൻ കഴിയാതെ ആപ്പിളെടുത്ത് കഴിക്കുകയാണ്. വിശപ്പിന്റെ കാഠിന്യത്താൽ വെള്ളത്തിലൂടെ ഒഴുകി വന്ന ആപ്പിളെടുത്ത് കഴിക്കുകയാ. പകുതി കഴിച്ചപ്പോ മനസ്സിന്റെ ഉള്ളിൽ ഒരു ചിന്ത വരുന്നു, അല്ലാഹ് ഇത് ഹറാമാണല്ലോ റബ്ബേ. അനുവാദം ചോദിച്ചില്ലല്ലോ, ഇതെനിക്ക് ഇന്നലെ ഹറാമാണല്ലോ റബ്ബേ. വെള്ളത്തിലൂടെ ഒഴുകി വന്ന ഒരു ആപ്പിളെടുത്ത് കടിച്ചിട്ട് അതിന്റെ പകുതി കയ്യിൽ വെച്ചിട്ടൊരു ചെറുപ്പക്കാരിരുന്ന് കരയുകയാ. അല്ലാഹുവേ, മരിച്ചാ നരകത്തിലാണല്ലോ, ഞാൻ മരിച്ചാ നരകത്തിലാണല്ലോ. അല്ലാഹുവിന്റെ മുന്നിൽ എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ, എന്റെ ശരീരത്തിലെ രക്തം പോലും ഹറാമായി പോയല്ലോ. സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാർ ആ പുഴയുടെ ചാരത്തുകൂടെ കരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഒരുപാട് കിലോമീറ്ററുകൾ നടന്നിട്ട് അവസാനം ഒരു തോട്ടത്തിലേക്ക് കടന്നു ചെന്നു. ആ തോട്ടത്തിലെ ഒരു മരമാണ് വെള്ളത്തിലേക്ക് താഴ്ന്നു നിൽക്കുന്നത്. ആ തോട്ടത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ അവിടെ ഒരു മനുഷ്യനെ കാണുകയാ. സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ചോദിക്കുകയാ, എനിക്കൊന്ന് പൊരുത്തം തരുവോ?
ഈ പറമ്പിൽ നിന്ന്, ഈ തോട്ടത്തിൽ നിന്നൊരു പഴം വെള്ളത്തിൽ വീണിട്ട് ഒഴുകി വന്നു. ഞാൻ വിശപ്പിന്റെ കാഠിന്യത്താലെടുത്ത് കടിച്ചുപോയി. എനിക്ക് പൊരുത്തം തരുമോ എന്ന് ചോദിക്കുമ്പോ ആ മനുഷ്യൻ പറയുന്നു, ഞാനല്ല യജമാനൻ, ഞാനിവിടുത്തെ ജോലിക്കാരനോ, ഞാൻ ഈ തോട്ടത്തിലെ ജോലിക്കാരനോ. എന്റെ പ്രിയമുള്ളവരെ, യജമാനന്റെ വീട് എവിടെന്ന് ചോദിക്കുമ്പോ ആ മനുഷ്യൻ പറഞ്ഞു കൊടുക്കുന്നു, ഒരു രാവും പകലും നടന്നാലേ എത്തുകയുള്ളൂ. സാബിത്ത് പറഞ്ഞു, ഞാൻ നടക്കാ തയ്യാറോ. പടച്ചവന്റെ പരലോകത്ത് കിടന്ന് ഉരുകുന്നതിനേക്കാൾ, പടച്ചവന്റെ നരകത്തിൽ കിടന്ന് കരിയുന്നതിനേക്കാൾ എനിക്ക് നല്ലത് നടക്കലല്ലേ. പടച്ചവരെ, രാവും പകലും നടന്ന് അവസാനം ആ തോട്ടത്തിന്റെ ഉടമയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാ. ഇതിന്റെ ആവശ്യമുണ്ടോ ചെറുപ്പക്കാരോ? വെള്ളത്തിലൂടെ ഒഴുകി വന്ന ഒരു പഴത്തിന്റെ പകുതി കടിച്ചതിന്റെ പേരിൽ കിലോമീറ്ററുകളോളം രാവും പകലും നടന്നിട്ട് പൊരുത്തം ചോദിക്കാൻ പോയ ചെറുപ്പക്കാരന്റെ ചരിത്രമോ. അവസാനം നടന്ന് ആ വീടിന്റെ മുന്നിലെത്തി ആ മനുഷ്യരോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിക്കുകയോ, ഞാൻ നിങ്ങളുടെ തോട്ടത്തിലെ ഒരു അനുവാദമില്ലാതെ തിന്നുപോയി, എനിക്ക് പൊരുത്തം തരുവോ, എനിക്ക് പൊരുത്തപ്പെട്ട് തരുവോ? ആ പ്രായമുള്ള മനുഷ്യൻ പറയുകയാ, ഞാൻ പൊരുത്തപ്പെട്ട് തരണമെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്. എന്ത് കണ്ടീഷനും ഞാൻ തയ്യാറാ. എനിക്ക് ഉറപ്പിന്റെ മുന്നിൽ രക്ഷപ്പെട്ടാ മതി, എനിക്ക് പൊരുത്തപ്പെട്ട് തന്നാ മതി. ആ മനുഷ്യൻ പറഞ്ഞു, എന്റെ പൊന്നുമോളെ നീ വിവാഹം കഴിക്കണം, എന്റെ പൊന്നുമോളെ നീ വിവാഹം കഴിക്കണം. അവളുടെ രണ്ട് കണ്ണിന് കാഴ്ചയില്ല, അവൾക്ക് ചെവി കേൾക്കൂല, അവൾക്ക് നടക്കാൻ കഴിയൂല. കണ്ണ് കാണാത്ത, ചെവി കേൾക്കാത്ത, കാലിന് സ്വാധീനമില്ലാത്ത എന്റെ പൊന്നുമോളെ വിവാഹം കഴിക്കണം, എങ്കിലേ ഞാൻ പൊരുത്തപ്പെടൂ എന്ന് സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന ചെറുപ്പക്കാരരോട് ആ പ്രിയപ്പെട്ട മനുഷ്യൻ പറയുന്നു. അവിടെന്ന് പറയുന്നു, എന്ത് വേണമെങ്കിലും ചെയ്യാ തയ്യാറാ. ഈ ദുനിയാവിലെ ജീവിതം നശ്വരമാണല്ലോ, ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും ഇല്ലല്ലോ. എനിക്ക് പടച്ചവന്റെ സ്വർഗത്തിൽ പോകണം, എനിക്ക് റബ്ബിന്റെ മുന്നിൽ രക്ഷപ്പെടണം. അവസാനം എന്റെ പ്രിയമുള്ളവരെ വിവാഹം കഴിക്കുകയാണ്. രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത, ചെവി കേൾക്കാത്ത, നടക്കാൻ കഴിയാത്ത പെണ്ണിനെ വിവാഹം കഴിച്ചു കൊടുത്തു. അവസാനം മണിയറക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, കാണാനഴകുള്ള ഒരു സുന്ദരിയായ പെണ്ണ്. ആ ചെറുപ്പക്കാരൻ ചോദിച്ചു, എന്റെ ഭാര്യ എന്ത്? കണ്ണിന് കാഴ്ചയില്ലാത്ത, ചെവി കേൾക്കാത്ത, നടക്കാൻ കഴിവില്ലാത്ത എന്റെ ഭാര്യ എവിടെയെന്ന് ചോദിക്കുമ്പോ ആ സുന്ദരിയായ പെണ്ണ് പറയുന്നു, സാബിത്തേ, ഞാനാണ് നിങ്ങളുടെ ഭാര്യ, ഞാനാണ് നിങ്ങളുടെ ഭാര്യ. എന്റെ കണ്ണിന് കാഴ്ചയുണ്ട്, എന്റെ ചെവിക്ക് കേൾവിയുണ്ട്, എന്റെ കാലിന് നടക്കാറുള്ള സ്വാധീനമുണ്ട്. പിന്നെ എന്റെ വാപ്പ കണ്ണിന് കാഴ്ചയില്ലെന്ന് പറയാനുള്ള കാരണം എന്തെന്നറിയുമോ സാബിത്തേ? ഇന്ന് വരെ എന്റെ കണ്ണുകൊണ്ട് പടച്ചവന് ഹറാമാക്കിയതൊന്നും ഞാൻ കണ്ടിട്ടില്ല സാബിത്തേ. എന്റെ കണ്ണുകൊണ്ട് ഇന്ന് വരെ ഞാൻ ഹറാമ് കണ്ടിട്ടില്ല, എന്റെ ചെവി കൊണ്ട് ഹറാമ് ഞാൻ കേട്ടിട്ടില്ല. നടക്കല്ലേ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് ഇന്ന് വരെ റബ്ബെനിക്ക് തന്ന കാലുകൊണ്ട് ഞാൻ നടന്നിട്ടില്ല. അതുകൊണ്ടാണ് എന്റെ ബാപ്പ എങ്ങനെ പറഞ്ഞെന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഇതുപോലെയാകണം പൊന്നുമോള്, ഇതുപോലെയാകണം പൊന്നുമോള്. വെള്ളത്തിലൂടെ ഒഴുകി വന്ന ഒരു പഴമെടുത്ത് തിന്നിട്ട് അതിന്റെ പൊരുത്തം ചോദിക്കാൻ പോയ ഈ സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാർ, ആ ഭാര്യക്കും ഭർത്താവിനും ഒരു മകൻ ജനിച്ചു. അവർക്കാണ് മകൻ ജനിച്ചത്. അങ്ങനെയുള്ള കുടുംബത്തില് നല്ല മക്കൾ ജനിക്കൂ. ആ സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ മകന്റെ പേരേതെന്നറിയുമോ? ആ പൊന്നുമോന്റെ പേരേതെന്നറിയുമോ? മഹാനായ ഇമാമുന അബൂ ഹനീഫ. സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ആ പൊന്നുമോൻ വെള്ളത്തിലൂടെ ഒഴുകി വന്ന ഒരു പഴമെടുത്ത് തിന്നിട്ട് അതിന്റെ പൊരുത്തം ചോദിക്കാൻ കിലോമീറ്ററുകളോളം നടന്നുപോയി. അവസാനം ആ യജമാനൻ പറഞ്ഞ എല്ലാ നിയമങ്ങളും അനുസരിച്ചു തന്റെ പൊന്നുമോളെ വിവാഹം കഴിച്ചു. ആ ഭാര്യക്കും ഭർത്താവിനും ജനിച്ച മഹാനായ ഇമാമുന അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മഹുല്ലാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ഇമാമുന അബൂ ഹനീഫത്തുൽ ഖൂഫി റഹ്മഹുല്ലാഹ് അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നല്ല കുടുംബത്തിലെ നല്ല മക്കൾ ജനിക്കും. നല്ല കുടുംബത്തിലെ നല്ല മക്കൾ ജനിക്കൂ. മഹാനായ യഹിയ നബി അലൈഹിസ്സലാം, അല്ലാഹുവേ അതുപോലെയുള്ള മക്കളെ നീ ഞങ്ങൾക്ക് നൽകണേ പടച്ചവനെ. അല്ലാഹുവേ അതുപോലെയുള്ള മക്കൾ പടച്ചവനെ. 10 വയസ്സിന്റെ താഴെ പ്രായമുള്ളപ്പോ ഖബറിനകത്തിറങ്ങിയിരുന്ന് കരയണമെങ്കിൽ എന്ത് ഈമാനാ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ കരയൂലല്ലോ. 10 വയസ്സ് പോയിട്ട് 60 വയസ്സായി പള്ളിക്കാട്ടിൽ പോയി ഖബറ് കാണുന്ന ആരെങ്കിലും കരയാറുണ്ടോ? ഞാൻ കരയാറുണ്ടോ? നിങ്ങൾ കരയാറുണ്ടോ? കരയാറില്ല എങ്കിൽ ഖബറ് കാണുമ്പോൾ കരയണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം ജീവിതത്തിൽ ഒറ്റപ്പെടുന്ന സ്ഥലം അത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന സ്ഥലം, നമ്മൾ ദുനിയാവി ജീവിക്കുമ്പോൾ എല്ലാവരും കൂടെയുണ്ട്. മഹ്ശറയിൽ ചെന്ന ഒറ്റയ്ക്കല്ല, അവിടെയും ആൾക്കാരുണ്ട്. നരകത്തിലാണെങ്കിലും ഒറ്റയ്ക്കല്ല ആൾക്കാരുണ്ട്, സ്വർഗത്തിലാണെങ്കിലും ഒറ്റയ്ക്കല്ല ആൾക്കാരുണ്ട്. നമ്മൾ ജീവിതത്തിൽ ഒറ്റയ്ക്ക് കിടക്കേണ്ട ഒരേ ഒരു സ്ഥലം അത് 6 അടി മണ്ണിനകത്താണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹു നമ്മുടെ മണ്ണറ മണിയറയാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ശൈത്താനെ വല്ലാതെ വേദനിപ്പിച്ച കരയിപ്പിച്ച 3ാമത്തെ കുഞ്ഞ് മഹാനായ യഹിയ നബി അലൈഹിസ്സലാം. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 4ാമത്തെ കുഞ്ഞ് 11 പേരുണ്ട് ഇൻഷാ അല്ലാഹ്. സമയത്തിന്റെ പരിധിക്കുള്ളിൽ 11 മണിയാവാറായി. ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് നിർത്താം. 11:30 ഇൻഷാ. പിരിവല്ലോ ഉണ്ടോ? പിരിവില്ലേ? ഇൻഷാ അല്ലാഹ് ബക്കറ്റ് കൊണ്ടുപോവാൻ ഞാൻ പറയാം. ബക്കറ്റ് കൊണ്ടുപോയാൽ മതി. ബക്കറ്റ് പിരിവ് മതി, എല്ലാം തരും ഇൻഷാ അല്ലാഹ്. പിരിവൊക്കെ നിർത്തണം. അല്ല എന്റെ പിരിവ് പിഴിച്ചല് മാത്രമൊക്കെ നിർത്തണം ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിന്റെ ഭവനത്തിന് വേണ്ടിയാ, അള്ളാഹുവിന്റെ പള്ളിയുടെയും മദ്രസയുടെയും വരുമാനത്തിന് വേണ്ടിയാ. അള്ളാഹു ആ കടങ്ങൾ മാറ്റി കൊടുക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ബക്കറ്റുമായിട്ട് വരുമ്പോൾ ഒരു നല്ല സദഖ എല്ലാവരും കൊടുക്കണം. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 4ാമത്തെ ബാലൻ ശൈത്താനെ വല്ലാതെ കരയിപ്പിച്ച, ശൈത്താനെ വല്ലാതെ ഭയപ്പെടുത്തിയ 4ാമത്തെ കുഞ്ഞേതാ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയമുള്ളവരെ, ശൈത്താനെ വല്ലാതെ കരയിപ്പിച്ച 4ാമത്തെ കുഞ്ഞേതാ? റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം. ഈസാ നബിയുടെ ചരിത്രം അറിയുന്നവരാണല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഇന്നി അഖ്ലുഖു ലക്കും മിനത്തീനി കഹൈഅത്തി ത്വയ്രി ഫഅൻഫു ഫീഹി ഫയകൂനു തൈറൻ ബിഇദ്നില്ലാഹ്. ഈസാ നബി തന്റെ അനുയായികളോട് പറയുമായിരുന്നു, കുറച്ചു മണ്ണ് വാരി എന്റെ കയ്യിൽ വെച്ചതാ, ജനങ്ങള് കുറച്ച് മണ്ണ് വാരി കയ്യിൽ വെച്ച് കൊടുക്കുമ്പോ പടച്ചവനെ അതിനൊരു പറവയുടെ രൂപമുണ്ടാക്കിയിട്ട് പടച്ചവനെ ഒന്നൂരുമ്പോ കയ്യിലിരുന്ന മണ്ണതാ പറക്കുകയാ, പറവകളെ പോലെ പറന്നു പോവുകയാണ്. പടച്ചവനെ യഥാ ഈസാ നബി ഇങ്ങനെ നടന്നു വരുമ്പോ, ഈസാ നബിയും തന്റെ അനുയായികളും നടന്നു വരുമ്പോ ഒരു മയ്യത്തിങ്ങനെ കൊണ്ടുപോവുകയാ, ഒരു ജനാസ ഇങ്ങനെ കൊണ്ടുപോവുകയാ. ആ ജനാസയുടെ പുറകിൽ ഒരു ഉമ്മ കരഞ്ഞുകൊണ്ട് പോവുകയാണ്, ഒരു പ്രിയപ്പെട്ട ഉമ്മ കരഞ്ഞുകൊണ്ട് പോവുകയാ. പടച്ചവനെ, ഈസാ നബി ചോദിച്ചു, ആ ഉമ്മ എന്തിനാ കരയുന്നത്? അവിടെന്ന് പറയുന്നു, ഈസാ നബിയേ, ആ ഉമ്മയ്ക്കാകെയുണ്ടായിരുന്ന മോനാ, ആ പൊന്നുമോന് മരിച്ചതിന്റെ വേദനയിലാണ് ഉമ്മ കരയുന്നതെന്ന് പറയുമ്പോ ഈസാ നബി യഥാ മയ്യത്ത് ചുമന്നു കൊണ്ടുപോകുന്നവരോട് പറഞ്ഞു, ഒന്ന് ജനാസ താഴെ വെക്കുമോ? പള്ളിക്കാട്ടിലേക്ക് മയ്യത്ത് പൊതിഞ്ഞു കൊണ്ടുപോകുന്ന അതാ ജനാസ താഴെ വെക്കാൻ പറഞ്ഞു. എന്നിട്ട് ആ മയ്യത്തിന്റെ മുകളിൽ കൈകൊണ്ടടിച്ചിട്ട് ഈസാ നബി പറയുന്നു, കൊൻപ് ഇതിനില്ല, എഴുന്നേക്കടാ പൊന്നുമോര്. പടച്ചവനെ, മരിച്ച് കബറടക്കാൻ കൊണ്ടുപോയ പൊന്നുമോൻ എഴുന്നേറ്റ് വരികയാ.
മരിച്ചവർക്ക് ജീവൻ കൊടുക്കാൻ, മരിച്ചവർക്ക് ജീവൻ കൊടുക്കാൻ അള്ളാഹു അങ്ങനെ ഒരു മുഅ്ജിസത്ത് ഈസാ നബിക്ക് കൊടുത്തിരുന്നു. പടച്ചവരെ ഖബറിന്റെ അടുക്കൽ ചെന്നിട്ട് ഖബറിന്റെ മുകളിൽ അടിച്ചിട്ട് പറയും എഴുന്നേറ്റ് വരാൻ. ഖബറിനകത്ത് കിടക്കുന്ന മനുഷ്യന്മാര് എഴുന്നേറ്റ് വരുമായിരുന്നു. ഇങ്ങനെ ഓരോ ഖബറിന്റെ അടുക്കൽ പോയി കാണിച്ചപ്പോ ജനങ്ങൾ പറയുന്നു, ഈസാ നബിയേ ഇതിലെന്തോ കള്ളത്തരമുണ്ട് നബിയേ, ഞങ്ങളൊരു ഖബർ കാണിച്ചു തരോ. ഈ പള്ളിക്കാട്ടിലെ ഏറ്റവും പഴക്കം ചെന്ന ഖബറാ നബിയേ, അതിലകത്ത് കിടക്കുന്നത് ആരാണെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ഈസാ നബി പറഞ്ഞു, ഖബറൊന്ന് കാണിച്ചു തരുവോ? എന്റെ പ്രിയമുള്ളവരെ, പഴക്കം ചെന്നവര് ഖബർ കാണിച്ചു കൊടുത്തു. ഈസാ നബി ഖബറിന്റെ ചാരത്ത് പോയിരുന്നു. എന്നിട്ട് കൈയെടുത്ത് ഖബറിന്റെ മുകളിൽ വെച്ചിട്ട് കുൻബിദിനില്ല അല്ലാഹുവിന്റെ പേര് പറഞ്ഞിട്ട് എഴുന്നേറ്റ് വരാ പറയുന്നു. ആ ഖബറിനകത്ത് നിന്നൊരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് വരികയാണ്. ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് വരികയോ. എല്ലാവരും അത്ഭുതത്തോടെ നോക്കുകയാണ്. ഈ പൊന്നുമോൻ ആരാണെന്ന് ആർക്കും അറിയുന്നില്ല. ഈസാ നബി ചോദിച്ചു, നിന്റെ പേരെന്താ? അവിടെന്ന് പറയുന്നു, സാമിബിനു നൂഹ് നബിയുടെ പൊന്നുമോനാ, നൂഹ് നബിയുടെ പൊന്നുമോനാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈസാ നബി അലൈഹിസ്സലാം അതാ അവിടെന്ന് ഖബറിനകത്ത് കിടന്ന് നൂഹ് നബിയുടെ പൊന്നുമോനോട് സംസാരിക്കുകയാ. അവസാനം ചോദിച്ചു, മരിച്ചിട്ട് എത്ര കൊല്ലമായി? 4000 വർഷമായി നബിയേ, 4000 കൊല്ലമായി നബിയേ. അവിടെന്ന് ചോദിച്ചു, പൊന്നുമോനെ സാമേ മരണവേദന എങ്ങനെയുണ്ടായിരുന്നു സാമേ? സാമെന്ന് പറയുന്ന നൂഹ് നബിയുടെ പൊന്നുമോൻ തന്റെ കൈ കൊണ്ട് കഴുത്തിൽ പിടിച്ചിട്ട് അവിടെന്ന് പറയുന്നു, ഈസാ നബിയേ തൊണ്ടക്കുടിയിൽ നിന്ന് അസ്റായിൽ റൂഹ് വലിച്ചെടുത്ത വേദന ഇപ്പോഴും എന്റെ കഴുത്തിലുണ്ട് നബിയേ, ഇപ്പോഴും എന്റെ കഴുത്തിലുണ്ട് നബിയേ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, പൊന്നുമോനെ നീയും അനുഭവിക്കേണ്ടവനാണല്ലോ, നീയും അനുഭവിക്കേണ്ടവനാണല്ലോ. എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ലല്ലോ. ഇന്നലെ കണ്ടവനെ ഇന്ന് കാണാത്ത ദുനിയാവാണല്ലോ, ഇന്നലെ കണ്ടവനെ ഇന്ന് കാണാത്ത ദുനിയാവാണല്ലോ. ഒരു തലവേദന പോലും ഇല്ലാത്തവന്റെ മയ്യത്ത് കൊണ്ട് കബറടക്കിയവരാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട്, എന്റെ പ്രിയമുള്ളവരെ, എപ്പോഴെവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല. കഴിഞ്ഞ മാസം മംഗലാപുരത്ത് ബാധിന് പോയപ്പോ ഭക്ഷണം കഴിക്കാൻ ഒരു വീട്ടിലേക്ക് കടന്നു ചെന്നു. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, പെട്ടെന്ന് ഭക്ഷണം എടുക്കുന്ന സംഘാടകരോട് പറഞ്ഞു. അവസാനം റൂമിലിരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ എന്റെ അടുക്കലേക്ക് നടന്നു വന്നു. ഒരു ചെറുപ്പക്കാരൻ എന്റെ അടുക്കലേക്ക് നടന്നു വന്നു. ഉസ്താദേ, എന്റെ കാലിന് വേദനയാ, ദുആ ചെയ്യടൂ. 10-35 വയസ്സുണ്ട്. എന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, കാലിന് വല്ലാത്ത വേദനയാ, ദുആ ചെയ്യടൂ. ഞാൻ ചോദിച്ചു, എന്തേ പറ്റിയത്? ഉസ്താദേ, ഞാനും എന്റെ കുടുംബത്തിലെ 18 പേര് സിയാറത്തിന് പോയതാ. ആ സഹോദരനും തന്റെ കുടുംബത്തിലെ 18 പേര് പടച്ചവനെ സിയാറത്തിന് പോയതാണ്. അവസാനം സിയാറത്ത് കഴിഞ്ഞ് മൈസൂരിലൂടെ കടന്നു വരുമ്പോ പടച്ചവരെ ഒരു പള്ളിയുടെ ചാരത്ത് വന്നപ്പോ സുബഹി ബാങ്ക് വിളിക്കുകയാ. ഒരു പള്ളിയുടെ അടുക്കൽ വന്നപ്പോ സുബഹി ബാങ്ക് വിളിച്ചു. ഈ ചെറുപ്പക്കാരൻ ഡ്രൈവറിന്റെ പുറകെ സീറ്റിലിരിക്കുകയാ. അവിടെ നിന്ന് ഡ്രൈവറാകെ ചെറുപ്പക്കാരനോട് പറഞ്ഞു, വണ്ടി നിർത്തുമോനെ, നിസ്കരിക്കാ, എല്ലാവർക്കും നമസ്കരിക്കാ. ഡ്രൈവർ പറഞ്ഞു, അതാ ഡ്രൈവർ പറയുന്നു, ഇവിടത്തെ പള്ളിയിൽ നമസ്കരിക്കാ പെണ്ണുങ്ങൾക്ക് സൗകര്യമില്ല. ഒരു 15 മിനിറ്റ് യാത്ര ചെയ്താ അപ്പുറത്തൊരു പള്ളിയുണ്ട്, അവിടെ പെണ്ണുങ്ങൾക്ക് നമസ്കരിക്കാ സൗകര്യമുണ്ട്. നമസ്കാരം തീരുന്നതിന് മുമ്പേ അവിടെ എത്താമെന്ന് പറഞ്ഞു. എന്റെ പ്രിയമുള്ളവരെ, വണ്ടി വിടുകയാണ്. ആ ചെറുപ്പക്കാരെ പറഞ്ഞു, ഉസ്താദ്. കുറെ സമയം കഴിഞ്ഞപ്പോ ആ ചെറുപ്പക്കാരൻ എഴുന്നേറ്റിട്ട് ഏറ്റവും പുറകിലിരുന്ന ആ വണ്ടിയുടെ
ഏറ്റവും പുറകിലിരുന്ന തന്റെ കുടുംബത്തിലെ ഒരു പൊന്നുമോനെ പിടിച്ച് മുന്നിലിരുത്തി. എന്നിട്ട് അവന്റെ കയ്യിലിരുന്ന് കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ആ വണ്ടിയുടെ ഏറ്റവും പുറകിൽ പോയിരുന്നു. പടച്ചവരെ 4 മിനിറ്റ് കണ്ണെന്നറിയാതെ അടഞ്ഞുപോയി. ഒരു ശബ്ദം കേട്ടിട്ടാണ് റബ്ബേ കണ്ണ് തുറക്കുന്നത്. എന്റെ ഉസ്താദേ, എതിരെ വന്ന ഒരു ടാങ്കർ ലോറിയിലേക്ക് പടച്ചവരെ വണ്ടി ഇടിച്ചിട്ട് ആരും അനങ്ങുന്നില്ല, ഒരു മനുഷ്യനും അനങ്ങുന്നില്ല. ഈ ചെറുപ്പക്കാരന്റെ മുന്നിലെ സീറ്റ് കാലിൽ വന്ന് ഇടിച്ചു കയറിയിട്ട് കാലനക്കാൻ കഴിയുന്നില്ല. ആ ചെറുപ്പക്കാരെ പറഞ്ഞു, ഉസ്താദ്, എന്റെ കയ്യിലിരുന്ന എന്റെ പൊന്നുമോർ, എന്റെ കയ്യിലിരുന്ന എന്റെ പൊന്നുമോര് മരിച്ചുപോയി ഉസ്താദ്. ഞാൻ വലതു ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ തല രണ്ടായി പൊട്ടിപ്പിളർന്നിട്ട് ഉമ്മയുടെ കയ്യിലിരുന്ന കുഞ്ഞു മരിച്ചുപോയി. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, മരിക്കുന്നതിന് 3 മിനിറ്റ് മുമ്പ് ഡ്രൈവറിന്റെ പുറകെ ഇരുന്നിട്ട് അവിടെ എഴുന്നേറ്റ് വന്ന് ഏറ്റവും പുറകിലിരുന്ന് ചെറുപ്പക്കാർ ആ ചെറുപ്പക്കാരനെ മുന്നിൽ കൊണ്ടിരുത്തി. പടച്ചവരെ 9 പേരാ ഒറ്റയടിക്ക് പോയത്, 9 പേരാ ഒറ്റയടിക്ക് പോയത്. എന്റെ പ്രിയമുള്ളവരെ, മനസ്സുവല്ലാതെ വിറച്ചുപോയി. സ്വന്തം കുഞ്ഞിന്റെ മയ്യത്ത് കയ്യിൽ വെച്ചിട്ടിരുന്ന ചെറുപ്പക്കാർ തിന്നാനിരുന്ന ഭക്ഷണം പോലെ കഴിക്കാൻ കഴിയാതെ പടച്ചവരെ കൈ കഴുകിയിട്ട് എഴുന്നേറ്റു. അല്ലാഹുവേ, ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, എന്റെ വീട്ടിലൊന്ന് കേറുവോ ഉസ്താദ്, എന്റെ വീട്ടിലൊന്ന് കേറുവോ ഉസ്താദ്. പടച്ചവരെ കേറി ചെല്ലുമ്പോ എന്റെ മുന്നിലൂടെ ഒരു കുഞ്ഞിങ്ങനെ ഓടി പോവുകയാ. ഒരു 3 വയസ്സ് പ്രായമുണ്ട്. ഒരു ചെറിയ പൊന്നുപോലിങ്ങനെ ഓടിപ്പോകുമ്പോ ആ ചെറുപ്പക്കാരൻ പറയുന്ന ഉസ്താദ്, മോർച്ചറിയിൽ കൊണ്ടുപോയ മയ്യത്താ ഉസ്താദ്, മരിച്ചെന്ന് പറഞ്ഞ് മോർച്ചറിയിലേക്ക് കൊണ്ടുപോയ പൊന്നുപോരാ. അല്ലാഹുവേ, കണ്ണ് നിറഞ്ഞുപോയി. 12 വയസ്സുള്ളവര് പൊന്നുപോർ. പടച്ചവരെ 9 സർജറി കഴിഞ്ഞു, മൂത്രം നിൽക്കുന്നില്ല. 12 വയസ്സിന്റെ ഇടയില് പടച്ചവരെ 9 പ്രാവശ്യം അവന്റെ ശരീരം കീറി മുറിച്ചു. പടച്ചവരെ മൂത്രം നിൽക്കുന്നില്ല. എന്നടുക്കൽ പറഞ്ഞു, ഉസ്താദേ ദുആ ചെയ്യണേ, ഉസ്താദേ ദുആ ചെയ്യണേ. അല്ലാഹുവേ, വേദനിക്കുന്ന മനസ്സോടെ തളർന്ന ഹൃദയത്തോടെ